Depuis tant d'amour. എന്റെ പൊന്നു ഹോബി, നിനക്ക് ഇതിന്റെ സീരിയസ്നെസ് ഇപ്പോഴും മനസ്സിലായിട്ടില്ലേ? നീ എന്താ കുട്ടികളെയാന്ന് വിചാരിച്ച? അല്ലടാ, ശരിക്കും നീ അത് കണ്ടായിരുന്നാ? കണ്ടായിരുന്നോന്നേ? എടാ, നീ മാത്രമേ ഇനി പഞ്ചായത്തിൽ കാണാൻ ബാക്കിയുള്ളത്. എടാ ശരിക്കും അത്രക്ക് സീനായിരുന്നോടാ? എന്റെ പൊന്നു ഹോബി, നീ ഇത് വിശ്വസിക്ക്. കെന്യ വെസ്റ്റും ആ പെണ്ണുമ്പിള്ളയും കൂടെ ഇങ്ങനെ വന്നു, എന്നിട്ട് ആ വലിയ കോട്ട അങ്ങോട്ട് ഊരി. എന്റെ പൊന്നുമോനെ, ട്രാൻസ്പെറന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാ നമ്മുടെ ജെയിംസ് ചേട്ടന്റെ കടയിലെ ചില്ലൂട് പോലും ഇത്രയും ട്രാൻസ്പെറന്റ് അല്ല. യൂട്യൂബിൽ കാണുമായിരിക്കും അല്ലേ? യൂട്യൂബേ? എടാ, നീ ഇനി ക്രോമിൽ പോയി ഇങ്ങോണ മൂണിലിട്ടാ പോലും അത് കിട്ടാൻ പോണില്ല. അല്ലേലും നമുക്കൊന്നും ഭാഗ്യമില്ലടാ. അതൊക്കെ ഈ ട്രൂ ബ്ലഡ് ആൽഫയ്ക്കേ കിട്ടുള്ളൂ മോനെ. എന്നാ ഞാൻ ചെല്ലട്ടെ. ബൈ ദ വേ, നിന്റെ അമ്മ തിരിച്ചു വന്നോടാ? അയ്യന്റെ മോനെ, അതിനെക്കുറിച്ചൊന്നും പറയില്ല. പോയിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. എടാ, പിണങ്ങി പോകാൻ മാത്രം എന്തുവാടാ നടന്നേ? അപ്പൻ എന്തിനും ചെയ്തോ? അപ്പന് ഉത്തരവാദിത്വം ഇല്ലെന്നും പറഞ്ഞ് അമ്മ ഇറങ്ങിപ്പോയത്. ഇപ്പോൾ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? ഗീവ് അപ്പേ? അങ്ങേര് ഞങ്ങളെ അഞ്ചിനെയും കൂടെ ഗീവ് അവേ നടത്തും. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ചെല്ലട്ടെ. എനിക്ക് പാല് മേടിച്ചിട്ട് വേണം വീട്ടിൽ കയറാൻ. കഴുകിക്കോ. നിന്റെ സോപ്പ് എന്താ സ്ലോയാ? അമ്മ ഉണ്ടായിരുന്നെങ്കിൽ പണി ഒന്നും ചെയ്യണ്ടായിരുന്നു. ഇങ്ങനാണെങ്കിൽ മോനെ നിന്നെ എങ്ങനെ കെട്ടിച്ചു വിടും? അത് ഓർക്കുമ്പോഴാണ്. Hey Mr. Kalabucha, what's you doing here, man? Da കൊച്ചിർക്ക കത്തി എന്റെ കയ്യിലിരിക്കുന്ന വരഞ്ഞുകളയും. That's so rude, man. How could you say that to me? എന്താ ഹോബി, ഈ ചെറുക്കനെ വിളിച്ചോണ്ട് പോക്കെ? എന്റെ മാമ്പാ ചേട്ടൻ ബെല്ലി ഡാൻസ് പഠിപ്പിച്ചു. കള്ളപ്പൂച്ച, നിന്നെ എന്റെ കൈ കിട്ടൂട്ടോടാ. കിട്ടിയ നീ അങ്ങോട്ട് ഓലത്തും. ഒന്ന് ഓടാക്ക. ഞാൻ ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കംപ്ലൈന്റ് ചെയ്യും കേട്ടോ. എന്റെ മാനെ, ഭാരിച്ച തീരുമാനങ്ങളൊന്നും എടുക്കല്ല. ഇങ്ങി വന്നേ ബാബാ. ഒയ്യന്റെ അമ്മേ. ഷുഗാച്ചാണെങ്കിൽ 18+ ആക്കല്ലേ? കോപ്പ ചെയ്ത് സവോള എരിയുന്നതിന്റെ ആടാ. ശാപമാണ്, ജീവന്റെ ശാപം. ഇതാര് പഴശുരാമൻ മടു എഴുതി നിൽക്കുന്നോ? വെട്ടങ്ങോട്ട്. അടിപൊളി. മോനോട് ഞാൻ കുഴിയെടുക്കാനല്ല പറഞ്ഞേ, വിറക് വെട്ടാനാ. ഈ തടി വെട്ട്. എന്റെ തടിയല്ല, വിറകടി വെട്ടടാ. ഒരു മിനിറ്റ് ഒന്ന് എയിം ചെയ്തോട്ടെ. എന്റെ പവർ കണ്ട ഫിയറായാ? ഞാൻ പോണു. നീ എവിടെ പോടാ? മല കയറാൻ പോവാണ്. ശബരിമലയോ? അല്ല, തമന്നയുള്ള മല. പിന്നെ 10-12 കൊല്ലം തമന്ന അവിടെ നിൽക്കുക. നിക്ക് ചേട്ടാ ഇട്ടുതരാം, കാണിച്ചേ. അങ്ങനെ നായിക ഇതുവരെ റെഡി ആയില്ലേ? ഇതേ ലൈറ്റ് പോവാട്ടോ, നേരത്തെ എടുക്കാനുള്ളത് ഇത്. പിന്നെ നീ ACB-യിലാണല്ലോ. ഇവിടെ എന്താ നടക്കുന്നത്? അപ്പനാണ് നായകൻ. വളരെ നല്ലൊരു ഇതാണ്. ആണോ? ഞാനാണ് നായകൻ? ഓക്കെ. എന്റെ ഡയലോഗ് എന്തോ? ജപ്പാനിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പൻ ഒരു ഇന്ത്യക്കാരനാണ്. നമ്മുടെ നായികയായിട്ടുള്ള ഷുഗാച്ചൻ ഒരു ജാപ്പനീസ് ഗേൾ ആണ്. അപ്പൻ യുദ്ധത്തിന് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുക. അപ്പൊ ഞാൻ ആരാ? അപ്പൻ ഒരു നൈറ്റ് ആണ്. വൃത്തിയായിട്ടവനെ, ഞാൻ എത്ര കാരണമൊന്നുമല്ല. വന്നേക്കുന്നവൻ എന്റെ അപ്പ നൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞ ഒരു പോരാളി, ഒരു പടയാളി, അങ്ങനെ ഒരാള്. അല്ല അങ്ങനെയായിരുന്നോ? മൈ മിസ്റ്റേക്ക്, സോറി. എനിക്ക് ഇംഗ്ലീഷ് അലർജി ആണെന്ന് നിനക്കറിയില്ല. അപ്പന്റെ ഡയലോഗ് എന്താന്ന് ചോദിച്ചാ, എടാ മോനെ, എനിക്കോ ഡയലോഗോ? മോനെ, നീ ക്യാമറ ഓൺ ആക്കിയിട്ട് ആക്ഷൻ പറയടാ. എവിടെടാ എന്റെ ഗേള്? വാടാ ഇവിടെ. അങ്ങേർക്ക് കുഴപ്പമില്ലേ, നമുക്കെന്താ ഫുൾ കോൺഫിഡൻസ്. ഓപ്ഷൻ ഐ മീൻ ആക്ഷൻ. ഓക്കെ, ആക്ഷൻ കൂടെ ഒരുമിച്ച്. പ്രിയതമേ, മിന്യൂജി, താപകണ്ഠൻ തപോഭൂമിയിൽ നിന്നും മടങ്ങിയെത്തിയില്ലേ ശകുന്തളെ? ബെസ്റ്റ്. ഷുഗാച്ച, നിങ്ങളെങ്കിലും ഡയലോഗ്, ബാക്കി നമുക്ക് ഡബിങ് കേട്ടോ. എന്നാന്ന്? അല്ല, ഹീറോയിൻ ജാപ്പനീസ് അല്ലേ, അപ്പൊ എന്തെങ്കിലും നമ്മൾ ജാപ്പനീസിൽ പറയണ്ടേ? എനിക്കപ്പോഴേ അറിയായിരുന്നു നീയൊക്കെ നൈറ്റ് എന്ന് പറഞ്ഞപ്പോ ഇമ്മാതിരി കഥയായിരിക്കും. എടുത്തോണ്ട് പോടാ. എന്നാലും മോനെ ഷുഗ, നീ വല്ലാണ്ട് വലുതായിരിക്കുന്നു, വല്ലാണ്ട്. ഒന്ന് പോപ്പ, എനിക്ക് നാൺ വരുന്നു. അവന്റെ ഒരു നാണ എവിടെന്ന് കിട്ടുന്നടാ ഇതൊക്കെ? എന്നാ സാധനം? അതോ, അത് പൂച്ചപ്പാക്കാന്റെ ചേച്ചി. എന്തൊക്കെ അറിയണം? എന്റെ പൊണിങ്ങി വന്നേ. അവന്മാരുടെ കൂടെ ഒന്നും കൂട്ടുകൂടില്ല, എല്ലാ അളുക്ക പിള്ളേരാ. അപ്പോ അപ്പനെ കാണാൻ ഒരു കൊറിയർ വന്നിട്ടുണ്ട്. നിന്റെ ഉദ്ദേശം എന്തുവാ? എന്റെ പൊന്നു ചാച്ചാ, നിങ്ങൾ ഇത് എന്നാന്നോർത്തോണ്ടാ? പിന്നെന്താ അവള് വേണമെങ്കിൽ വീട്ടിൽ വന്ന് നിൽക്കുന്നത്? അവളോട് തന്നെ ചോദിക്കുക കാര്യം എന്നാന്ന്. ജിന്നെ, മൂത്തവരോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? പിന്നെ ഞാൻ എന്നെ അമ്മച്ചി പറയണ്ടേ? അവക്ക് എന്നെ വേണ്ട, എന്റെ പിള്ളേരെ വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങി പോയോളാ. അപ്പൊ നിങ്ങൾ വലിയ വിശുദ്ധൻ, ഞാൻ കൾപ്രേറ്റ് അല്ലേ? അതെ. അനിപ്പ എന്താ? അത് ഞാൻ കണ്ടിടത്തേണ്ടി. യു ട്രൈ ഔട്ട്. ജൂണി, കെട്ടിയോന്റെ മോത്തോക്കി അവള് വിളിച്ചത് കേട്ടോ. ട്രെയിലർ അല്ലേടി? എം വി നിന്റെ അമ്മയുടെ MV. രണ്ടുപേര് ഈ വഴക്കൊന്ന് നിർത്തിയിട്ട് കാര്യം എന്താ നടന്നേന്ന് പറ. അവളോട് ചോദിക്കും. എന്നെ കിട്ടത്തില്ല, തന്നെ അങ്ങ് പറഞ്ഞാ മതി. ഇവള് എന്റെ പൊന്നമ്മച്ചി, കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൽ നിന്ന് വരുന്ന വഴിക്ക് ഞാൻ എന്റെ പഴയ ഒരു കൂട്ടുകാരിയെ കണ്ടു. അപ്പത്തൊട്ട് തുടങ്ങിയില്ല അവക്ക്. കൂട്ടുകാരിയെ കാണുന്നതിലാണ് ഇത്ര പ്രശ്നം ആണോ? പഴയ കൂട്ടുകാരി ആയതുകൊണ്ടായിരിക്കൂലേ കെട്ടിപ്പിടിച്ച് കഴുത്തൽ ഉമ്മ വെച്ചത് അല്ലേ? ഉമ്മയോ? അമ്മച്ചി ഉമ്മാന്ന് കേട്ടിട്ടില്ലേ? എടാ മഹാഭാവി, നീ പട്ടപ്പാല് പെണ്ണുങ്ങൾ ഉമ്മ വെച്ചു തുടങ്ങിയോ? എന്റെ പൊന്നു തള്ള, ഞാനല്ല, എന്നെ കയറി ഉമ്മ വെച്ചു. ജൂണി, എന്റെ അമ്മച്ചി ഞാനല്ല, ആ പെണ്ണാ ഇങ്ങനെ കയറി ഉമ്മ വെച്ച്. അപ്പൊ തമ്പുരാട്ടിക്ക് അറിയാം ആരാരെ ഉമ്മ വെച്ചു എന്ന്. എന്നിട്ടാണ് അവക്ക്. നിങ്ങൾ എന്നിട്ടൊന്നും ചെയ്തില്ലല്ലോ, കൈയും കെട്ടി നിക്കുവല്ലായിരുന്നു. എനിക്കും ഉണ്ട് ഫ്രണ്ട്സ്. ഞാൻ എല്ലാരും കാണുമ്പോ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാറൊന്നുമില്ല. തെളിവൊന്നുമില്ലല്ലോ. ദേ മനുഷ്യ, 2 കൊല്ലമായല്ലേ ജിൻഹിറ്റ്സ് ഇറങ്ങി. അതെന്റെ കുറ്റമാണോ? തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ തന്നെ രണ്ടും കൂടെ ബഹളവും അടിയും വഴക്കും എന്തുവാ ഇതൊക്കെ? ആര് പറഞ്ഞു തള ഞങ്ങൾ അടിയാന്ന്?
ആണോ ജൂണിസേ, നമ്മൾ അടിയാണോ? പൊക്കണം, എന്നോടൊന്നും സംസാരിക്കാൻ പറയണ്ട. അവളെയും വിളിച്ചോണ്ട് അകത്തേക്ക് പോടാ. Oh my God, with pleasure. എന്താടാ ജിന്നി ഒരു ഇളക്കം? എന്താ ഇളകിക്കൂടെ? എന്നാ പിന്നെ അങ്ങോട്ട് ഇളക്. അതെ, 5 എണ്ണം മതി കേട്ടോ ഇവിടെ. എന്റെ തള്ള, എന്റെ പൊന്നു തള്ള, ഒന്ന് പോയി തരാവോ? വെറുതെ അല്ലടാ നിന്നെ അവിടെ ഇട്ടേച്ച് പോയത്. വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ദേ 6 എണ്ണത്തിനോടും കൂടി ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇനി ഇങ്ങനെ നടന്നാ പറ്റില്ല. നിങ്ങൾക്ക് കുറച്ചും കൂടി ഉത്തരവാദിത്തം വേണം, പ്രത്യേകിച്ച് നിങ്ങൾക്ക്. ഒന്ന് നിർത്ത് ജൂണി, എനിക്ക് ഉത്തരവാദിത്തമില്ലാന്ന് പറയാൻ നീ ആരാടി? നീ പോയി കഴിഞ്ഞപ്പോ ഈ 5 എണ്ണത്തെ ഞാൻ എങ്ങനെയാ നോക്കിയെന്ന് നിനക്കറിയോ? അതെ, സകല പണി എടുപ്പിച്ചത് ഞങ്ങളെ കൊണ്ടാണ്. ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല. 2 വർഷം കഴിഞ്ഞില്ലേ, കുറച്ചൊക്കെ മെച്യൂരിറ്റി ആവാം. അതെ അതെ, അമ്മ പറഞ്ഞ കറക്റ്റാ. ഇന്ന് മുതൽ നമ്മൾ എല്ലാവരും മെച്യൂർഡ് ആയിരിക്കും. പിന്നല്ല. ഐസ്ക്രീം ജൂണി, നീ പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ ഐസ് ആയിട്ട് വരാം. പിന്നെ ഞാൻ കോല് തരാം. ഇത് എനിക്കുള്ളതാണ്. പറയുന്ന മാങ്കോർ തോടോ. ഇതായിരുന്നു ഗാന്ധിജി സ്വപ്നം കണ്ട ഇന്ത്യ. എടാ, ഞാൻ നിന്റെ ഒപ്പനാടോ. വിട്ടോ വിട്ടോ, കയ്യിൽ കടിക്കും കേട്ടോ. എന്റെ കർത്താവ്, മെച്യൂരിറ്റി കൂടി പോയതിന്റെ